എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് ഫോർ എയ്ഡഡ് പ്രോഗ്രാംസ് എന്നുള്ള ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രാമതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ്, അത് എയ്ഡഡ് അതുപോലെ ഗവൺമെൻറ് കോളേജുകളിലേക്കുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ സീറ്റ് വേക്കൻസി വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു സീറ്റ് വേക്കൻസി എന്നുള്ളതിൽ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു കോളേജിൻ്റെ പേര് നൽകി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേക്കൻസി, ഏത് കോഴ്സിൽ ഏത് കാറ്റഗറിക്കാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നൽകിയത് കാണാൻ സാധിക്കും. ജനറൽ കാറ്റഗറിയിലുള്ള സീറ്റിൻ്റെ നേരെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിനുശേഷം അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള ആ ഒരു കോളേജുകളിലാണ് നിങ്ങളുടെ റാങ്ക് നോക്കേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ഏതൊക്കെ കോളേജുകളിലേക്കാണ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജുകളിലെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസാണ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതല്ല നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകും, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റും വെബ്സൈറ്റിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിച്ചവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ തുടർന്നുള്ള പ്രവേശനത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായിട്ട് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ തുടർന്ന് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് പ്രോഗ്രാമുകളിൽ ഓപ്ഷൻ നിലനിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നില പരിശോധിക്കാവുന്നതുമാണ്. അത് എത്രാമത്തെ റാങ്കാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നോക്കാവുന്നതും, അതായത് അത് പരിശോധിക്കാവുന്നതും. പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ റാങ്ക്, കോളേജുകളിലെ സീറ്റ് വേക്കൻസി എന്നിവ പരിശോധിച്ച് 2024 ഓഗസ്റ്റ് 19 കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതും അതുപോലെ തന്നെ പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. അതായത് ഓഗസ്റ്റ് 19 നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ കോളേജിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശിക്കുന്ന സമയക്രമം കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അഫിലിയേറ്റഡ് കോളേജിലെ സർവകലാശാല സെൻറ്ററിലെ രാഷ്ട്രീയ കോഴ്സുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന സീറ്റുകൾ നികത്തുന്നതിനായിട്ട് അതത് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരുടെ റാങ്ക് ലിസ്റ്റ് 1/8/2024 തീയതിയിൽ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളതിൽ ആ ഒരു ഓപ്ഷനിൽ ഏതൊക്കെ കോളേജിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത്, നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഓഗസ്റ്റ് 19 അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.